ഹായ് ഹലോ വെൽക്കം ബാക്ക്. വീട്ടിൽ കസ്റ്റാർഡ് പൗഡറും ബിസ്ക്കറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം. കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്കൊരു പുഡിങ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് നമുക്ക് നല്ലതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്നങ്ങോട്ട് ക്രഷ് ചെയ്തെടുത്താലും മതി. ഒരുപാട് അങ്ങ് ഫൈനായിട്ട് പൊടിച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ കൈ വെച്ച് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഞാനിതാ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ ഈ ഒരു സാധനം വെച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുമ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് പൊടിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് നല്ലതുപോലെ ഒന്ന് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ. ആദ്യം കുറേശ്ശെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോൾ കുറേശ്ശെ ആയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരുപാടൊന്നും ഒഴിച്ചു പോകരുത്. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റൊക്കെ അതിൻ്റെ നനവുകൊണ്ട് പെട്ടെന്ന് തന്നെ തണുത്തു പോകും. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് കുറച്ചും കൂടി മിൽക്ക് മെയ്ഡിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയത്ത് ഞാനിതവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് പാലൊന്നും വേണ്ട. ഇതിപ്പോൾ നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനുള്ള പാല് മാത്രം മതി. അപ്പോൾ ഞാൻ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ 3 സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കുന്ന പുഡിങ്ങിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വേണം കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ചെറിയ അളവിലാണ് ഇവിടെ പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കസ്റ്റാർഡ് പൗഡർ ഒരു പാലിൽ നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് കോഫി പൗഡറാണ് കേട്ടോ. കോഫി പൗഡർ ഞാനിവിടെ ഒരു 1/2 സ്പൂണോളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കോഫിയുടെ ടേസ്റ്റ് ഒന്നുകൂടി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണോളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. ഏത് കോഫി പൗഡർ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കോഫി പൗഡറും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ മിക്സ് ആയില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ ഈ ഒരു കോഫി പൗഡറൊക്കെ ഇതിൽ നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നോളൂ കേട്ടോ. അപ്പോൾ കോഫി പൗഡറും എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് പാലാണ് കേട്ടോ. ഞാനിവിടെ 1 കപ്പ് അളവിലാണ് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല ഫ്രഷ് പാലാണ്. നമ്മളിതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. വെറും പാൽ മാത്രം വേണം. അപ്പോൾ 1 കപ്പോളം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കുറച്ച് മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ബാക്കി മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിൽക്ക് മെയ്ഡ് തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. നല്ലോണം മധുരം കൂടിയാലും കുഴപ്പമില്ല. ഇത് തണുത്ത് വരുമ്പോൾ മധുരം കുറഞ്ഞു വരുന്നതാണ്. അപ്പോൾ കുറച്ചധികം തന്നെ മധുരം ഇതിലേക്ക് ചേർക്കാനായിട്ട് നോക്കട്ടോ. അപ്പോൾ പഞ്ചസാരയും മിൽക്ക് മെയ്ഡ് എല്ലാം നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏത് പാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു കസ്റ്റാർഡിൻ്റെയും പാലിൻ്റെയൊക്കെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാൻ കേട്ടോ. ഈ ഒരു കസ്റ്റാർഡ് പൗഡർ ഒന്ന് പാലിലൊന്ന് വെന്ത് വരുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. ഇത് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താലും മതി കേട്ടോ. ഇത് നമ്മൾ കൈ വിടാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ അടിയിൽ പിടിക്കാതെ നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കരിയാതെ അടി പിടിക്കാതിരിക്കാനൊക്കെ ഇതുപോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത്. മറ്റു പാത്രങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് നല്ലതുപോലെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു സമയം വരെയാണ് നമുക്കിതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാനായിട്ടുള്ള പാത്രം ഒന്ന് റെഡിയാക്കി വെക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു ബിസ്ക്കറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ആ ഒരു ബിസ്ക്കറ്റിൻ്റെ മിക്സ് ഫുള്ളായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കട്ടെ. ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ നമ്മളിതിൽ മിൽക്ക് മെയ്ഡ് നേരത്തെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് സെറ്റായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ഒരു സ്പൂൺ വെച്ച് തന്നെ
നല്ലതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ബിസ്ക്കറ്റ് ഫുള്ളായിട്ട് ഇതിലൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇപ്പോൾ തയ്യാറാക്കി വെച്ച ആ ഒരു പാലിൻ്റെയും കസ്റ്റാർഡിൻ്റെയും ഒരു മിക്സ് ഉണ്ടല്ലോ, ആ ഒരു മിക്സ് നമുക്ക് ഇതിൽ ഫുള്ളായിട്ട് ഇതാ ഇതിൻ്റെ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലോണം തണുത്തതിന് ശേഷം വേണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാൻ കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. നമുക്ക് ഒരുപാട് ടൈമൊന്നും വേണ്ട, ഏകദേശം ഒരു 10 മിനിറ്റോളം മതിയാകും നമുക്കിതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബൂസ്റ്റ് പൊടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കൊക്കോ പൗഡറോ അല്ലാന്നുണ്ടെങ്കിൽ കോഫി പൗഡറാണ് ഈ ഒരു ഇതിൻ്റെ മുകളിലായിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ബൂസ്റ്റ് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ കോഫി പൗഡറിൻ്റെയും കൊക്കോ പൗഡറിൻ്റെ ഒക്കെ കയ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ബൂസ്റ്റ് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഏത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇനിയൊന്നുമില്ല, ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ പിസ്ത വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, നല്ല ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമായ നല്ലൊരു പുഡിങ് കൂടിയാണിത് കേട്ടോ. മാത്രമല്ല ഈ ഒരു പുഡിങ്ങിൻ്റെ അടിവശം നല്ല ക്രഞ്ചിയാണ്. നമ്മൾ ബിസ്ക്കറ്റ് പൊടിച്ച് ചേർത്തുകൊണ്ട് തന്നെ അടിവശം നല്ല ക്രഞ്ചിയും മേൽഭാഗം നല്ല സോഫ്റ്റും കൂടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്